നമ്മൾ നെക്സോൺ എടുത്തതിന് ശേഷം നമ്മുടെ 2 മാസത്തെ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മൈലേജ് ചെക്ക് ചെയ്തൊരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് കറണ്ട് ബില്ലിനെ പറ്റിയിട്ടും കുറേ ആൾക്കാർ കമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര രൂപ നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട്, നമുക്കിത് ലാഭമാണോ, പെട്രോൾ കാറിനെ അപേക്ഷിച്ച് ലാഭമാണോ, അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കറണ്ട് ബില്ല് വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വന്നേക്കുന്നത് 9,795 രൂപയാണ് നമുക്ക് കറണ്ട് ബില്ല് വന്നേക്കുന്നത്. അതായത് 2 മാസത്തെ, ജൂലൈയിലെയും ഓഗസ്റ്റിലെയും 2 മാസം ഓടിയേക്കുന്നതിൻ്റെ കറണ്ട് ബില്ലാണ് വന്നേക്കുന്നത്. ഇതിന് മുന്നേ നമുക്ക് കറണ്ട് ബില്ല് വന്നുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ 2,200, 2,500, 3,700 രൂപ വരെയൊക്കെ നമുക്ക് കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്. അതായത് ലോക്ക്ഡൗൺ സമയത്താണ് നമുക്ക് 3,700 രൂപ വന്നത്. ഇതിന് മുന്നേ നോർമലി നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് 2,500 രൂപ, 2,300 രൂപയൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിന് ഞാനിപ്പോൾ വണ്ടി എടുത്തതെന്ന് പറയുന്നത് ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ മാസത്തിലാണ് വണ്ടി എടുത്തത്. പിന്നെ കറണ്ട് ബില്ല് വന്നത് ജൂണിലാണ്. അപ്പം നമ്മൾ വാഹനം എടുത്തതിന് ശേഷം കറക്റ്റ് നമുക്കൊരു 2 മാസത്തെ കറണ്ട് ബില്ല് കിട്ടിയില്ല. അപ്പം നമ്മൾ ഓൾറെഡി ഏപ്രിൽ അവസാനത്തോടാണല്ലോ വണ്ടി എടുത്തത്. അപ്പം അന്ന് വന്നതെന്ന് പറഞ്ഞാൽ 4,620 രൂപയാണ് നമുക്ക് ജൂൺ മാസം വന്നത്. അന്ന് 2 മാസം ആയിട്ടില്ല വണ്ടി എടുത്തിട്ട്, ഏപ്രിൽ ഒരു അവസാനത്തോടാണ് വണ്ടി എടുത്തത്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഈ മാസം, അതായത് ജൂലൈയിലെ ഓഗസ്റ്റിലെ നമുക്ക് എത്ര കിലോമീറ്റർ ഓടിയെന്നും അതുപോലെ എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആകെ കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 4,620 കിലോമീറ്ററാണ് നമുക്ക് ഈ 9,795 രൂപ കറണ്ട് ബില്ല് വന്നിരിക്കുന്നത്. 4,620 കിലോമീറ്റർ ഓടിയപ്പോഴാണ് നമുക്ക് ഈ 9,795 രൂപ കറണ്ട് ബില്ല് വന്നിരിക്കുന്നത്. അപ്പം ഇത് ലാഭമാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പോൾ ലാഭമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, മൈലേജ് ചെക്ക് ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക. അപ്പം നമുക്ക് എത്ര മൈലേജ് കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ വീഡിയോയിലുണ്ട്. അപ്പം ഇപ്പോഴത്തെ ഒരു പെട്രോൾ റേറ്റ് വെച്ചിട്ട് എനിക്ക് ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ എനിക്കിത് പ്രോഫിറ്റ് ആണോ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എനിക്കിപ്പോൾ ഒരു വണ്ടി ഉള്ളത്, ഞാൻ വേറൊരു വണ്ടി ഉപയോഗിക്കുന്നത് പോളോയാണ്. പോളോയ്ക്ക് നമുക്ക് ഈ ഒരു 4,560 കിലോമീറ്റർ ഓടാൻ ഒരു 15 വെച്ച് മൈലേജ് വെച്ച് കൂട്ടിയാൽ തന്നെ ഏകദേശം 300-304 ലിറ്ററോളം പെട്രോൾ അടിക്കേണ്ടി വരും. 15 അങ്ങനെ കിട്ടലില്ല, ഒരു 10-13 പോളോ TSI ആണ് ഇരിക്കുന്നത്. അപ്പം അത്രയൊക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 300 കിലോമീറ്റർ ഓടാൻ നമുക്ക് എങ്ങനെയായാലും ഒരു 100 രൂപ വെച്ചിട്ട് കൂട്ടിയാൽ തന്നെ 30,400 രൂപയോളം നമ്മൾ പെട്രോൾ അടിക്കണം. ഇനി പോട്ടെ, ഒരു 13 വെച്ചിട്ടൊക്കെ എനിക്ക് ലോക്കൽ ഓടുന്ന സമയത്ത് നമ്മുടെ ഈ സ്ഥലത്തൊക്കെ അത്യാവശ്യം 10-12 ആ റേഞ്ചൊക്കെ കിട്ടുന്നുള്ളൂ. ഒരു 13 വെച്ച് ആവറേജ് കൂട്ടിയാൽ നോക്കിയാൽ തന്നെ ഏകദേശം 35,000 രൂപയുടെ പെട്രോൾ അടിക്കണം. അപ്പോൾ എനിക്ക് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു ഗുണം എന്ന് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പം റെഗുലറായിട്ട് യാത്രയുണ്ട്. നമ്മൾ ലോക്കലായിട്ട് ഇവിടെ ഓടുന്നത്, ഞാനിപ്പോൾ ഈ കോവിഡായിട്ട് അധികം ലോങ് ട്രിപ്പ് പോയിട്ടില്ല. ഇത് ഒരു തിരുവനന്തപുരവും വരെ ആലപ്പുഴയൊക്കെയാണ് മാക്സിമം ഇത് വെച്ച് ഓടിയിട്ടുള്ളത്, ഈ 6,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. അപ്പം കുറച്ചുകൂടെ എനിക്ക് അധികം ഓട്ടം ഉള്ള ഒരാളാണ്, കുറച്ചധികം ഡെയിലി ഓട്ടമുണ്ട്. അപ്പം ലോക്കലി എനിക്ക് ഓടുന്നത് ഡെയിലി ഒരു 50-80 കിലോമീറ്റർ 100 കിലോമീറ്ററൊക്കെ വെച്ച് ഓടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പം ഞാനിപ്പം പോളോയായിട്ട് പോകുന്ന സമയത്ത് എനിക്ക് ഡെയിലി ഒരു 1,000 രൂപ അല്ലെ 1,500 രൂപയ്ക്ക് കയ്യിൽ നിന്ന് പൈസ ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പം മാസം ഇത്രയൊക്കെ പൈസ പോകും. അപ്പം ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, എനിക്കിപ്പം മാസത്തിൽ കറണ്ട് ബില്ല് വരുമ്പം പൈസ അടച്ചാൽ മതി എന്നുള്ളൊരു വലിയ ഒരു ഗുണം എനിക്കിതിനകത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ EMI വരുന്നത്, എനിക്കിപ്പോൾ EMI വരുന്നത് ഏകദേശം 20,000 രൂപ, 20,600 അടുപ്പിച്ചിട്ടാണ് EMI മാസം വരുന്നത്. അപ്പം എൻ്റെ മുന്നത്തെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 28,000-30,000 രൂപയ്ക്ക് ഇന്ധനം അടിക്കുന്നുണ്ട്. ആ പൈസയ്ക്ക്, ആ 30,000 രൂപയ്ക്ക് എനിക്കിപ്പം CC അടഞ്ഞു പോകും, കറണ്ട് ബില്ലും അടയ്ക്കാം. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്, പിന്നെ എടുത്ത് പറയുകയാണ് കാര്യം. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന എനിക്ക് ഇന്ന് കിട്ടുന്ന ഇതിനനുസരിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. നാളെ എന്താകുമെന്ന് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. നാളെ ചിലപ്പം ഈ കറണ്ട് ബില്ലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ പെട്രോളിൻ്റെ കാര്യം പറഞ്ഞ പോലെ 100-103 രൂപയ്ക്ക് വരെ ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെ തന്നെ കറണ്ട് ബില്ലിൽ എന്തെങ്കിലും കൂടുതൽ വരികയോ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ഓടുമ്പോൾ കിട്ടുന്ന മൈലേജ് നാളെ കിട്ടാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ലാഭം എനിക്ക് കുറഞ്ഞേക്കാം. പിന്നെ അതുപോലെ തന്നെ മോട്ടറിൻ്റെ കേസൊക്കെ കുറേ പറയുന്നുണ്ട്. മോട്ടറിന് ഇപ്പം അത്രയും പെർഫോമൻസ് ചിലപ്പം കിട്ടാതെ വരികയോ, അല്ലെങ്കിൽ 5 കൊല്ലത്തിന് ശേഷം വാറണ്ടി കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്താകും എന്നുള്ള കാര്യം ഒന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. എനിക്കിപ്പം ഈ 6,000 കിലോമീറ്റർ ഞാൻ ഓടിയതിൻ്റെ ഒരു എക്സ്പീരിയൻസും എനിക്ക് വന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് 9,795 രൂപ
വന്ന സമയത്ത് തന്നെ നോർമലി എനിക്ക് വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത് 2200 2400 രൂപയൊക്കെ വരുന്നുണ്ട്. അപ്പം വീട്ടിലെ കറണ്ട് ബില്ലിൻ്റെ മാസത്തിൽ വരുന്നത് ഒഴിച്ച് നിർത്തിയാൽ എനിക്ക് ഏകദേശം ഒരു 7295 രൂപയാണ്, 2500 രൂപ വെച്ച് മാസം റെഗുലറായിട്ട് വരുന്നുണ്ടായിരുന്നു, 2400 ആ റേഞ്ച് വെച്ച്. അപ്പം എനിക്ക് വന്നേക്കുന്നത് 7200 രൂപയാണ് കറണ്ട് ബില്ലിൽ കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് സംസാരിക്കാനുണ്ടായിരുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തത് മൈലേജ് ചെക്ക് ചെയ്യുന്നതിന് മാത്രം വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിലൊരുപാട് കമൻറ്റ്സ് വന്നിരുന്നു. അപ്പം ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ അധികം അതിൽ പറഞ്ഞിട്ടില്ല. കംപ്ലീറ്റ് ആയിട്ടൊരു മൈലേജ് ചെക്ക് ചെയ്യുന്നൊരു വീഡിയോ മാത്രമായിരുന്നു അത്. അപ്പം കുറച്ച് ആൾക്കാർ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ ഞാൻ പറയാം, വാഹനത്തിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൂടെ ഞാൻ പറയാം. ഇത് നെക്സോണിൻ്റെ ഒരു ബേസ് വേരിയൻ്റ് ആണ്, XM പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള EVയിലെ ബേസ് വേരിയൻ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഞാൻ എടുത്ത സമയത്ത് ഏകദേശം 15,50,000 50-60 സംതിങ് ആണ്, ഈ കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല, ആ റേഞ്ചാണ് വന്നത്. ഇപ്പം അന്ന് 3 വേരിയൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം ഒരു ബ്ലാക്ക് എഡിഷനൂടെ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ കംപ്ലീറ്റ് പ്രൈസ് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ ഇതിൻ്റെ വാറണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്ററാണ് കമ്പനി മോട്ടറിനും അതുപോലെ ബാറ്ററിക്കും തരുന്ന വാറണ്ടി. ഞാനിതിന് ഫസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തത് 2,50,000 രൂപയാണ്. മാസം 20,600 രൂപ വെച്ചിട്ടാണ് എനിക്ക് EMI വരുന്നത്. ഇത് ചാർജ് ചെയ്യുന്നതിൻ്റെ സമയത്തെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്. ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്ലോ ചാർജ്, അതായത് നമ്മൾ വീട്ടിലാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 8 മണിക്കൂർ 9 മണിക്കൂറോളം വേണം ഇത് ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ട്. ഒരു 30 യൂണിറ്റാണ് നമുക്ക് ചാർജ് വരുന്നത്. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് ഫാസ്റ്റ് ചാർജിങ് ആണ്. ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ 1 മണിക്കൂറാണ് മാക്സിമം ഫുൾ ചാർജ് ആവാൻ എടുക്കുന്ന സമയം. നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പം പല KCBയുടെ പല ചാർജിങ് സ്റ്റേഷനും ഫ്രീ ആണെന്നാണ് അറിഞ്ഞത്. ഒരു ചാർജിങ് സ്റ്റേഷൻ ഇപ്പം കുറച്ച് കുറവാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ, എനിക്ക് തോന്നുന്നു ഇല്ലയെന്ന് തന്നെയാണ് തോന്നുന്നത്. പിന്നെ അടുത്തുള്ളത് ആലപ്പുഴയും കൊല്ലവുമാണ്. അപ്പം ചാർജിങ് സ്റ്റേഷൻസ് കുറച്ചുകൂടെയൊക്കെ വൈഡായിട്ട് ഡെവലപ്പായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം ചാർജിങ് സ്റ്റേഷൻ്റെ ഒരു കുറവ് നമുക്ക് ഒരു പ്രശ്നമാണ്, വലിയ പ്രശ്നമല്ലെങ്കിൽ പോലും അത്യാവശ്യം. നമ്മൾ പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു 200 കിലോമീറ്ററേ ഓടുകയുള്ളൂ. അപ്പോൾ ആ റേഞ്ച് വെച്ചിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിന് മുകളിലേക്കുള്ളതിന് നമ്മൾ ഇടയ്ക്കൊന്ന് ഒരു അരമണിക്കൂറൊക്കെ ഫാസ്റ്റ് ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു 50% കൂടെ കൂടും. നമുക്കൊരു 300 കിലോമീറ്ററൊക്കെയാണ് ഇന്ന് ഓടേണ്ടതെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ എറണാകുളമൊക്കെ ചെന്നിട്ട്, അല്ലെങ്കിൽ എവിടെയാണ് അടുത്ത ചാർജിങ് സ്റ്റേഷൻ അവിടെ വരെ ചെന്നിട്ട് നമുക്കൊരു നമ്മുടെ ഫുൾ ചാർജ് അപ്പോഴത്തേന് തീരുമല്ലോ. അപ്പോൾ ഒന്നുകൂടെ ചാർജ് ചെയ്ത് ഒരു അരമണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഫില്ല് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ AC ഇട്ടിട്ടാണോ ഡ്രൈവ് ചെയ്തതെന്നുള്ളതാണ്. ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഈ 6000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത് AC ഇട്ടിട്ട് തന്നെയാണ്. AC ഓഫ് ചെയ്തിട്ട് ഓടിയിട്ടേ ഇല്ല. അപ്പോൾ AC ഓഫ് ചെയ്തിട്ട് ഓടിയാൽ മൈലേജ് കൂടുതൽ കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെ പറ്റിയിട്ട് ഞാൻ AC ഓഫാക്കി ഓടിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. കാര്യം ഞാനങ്ങനെ മൈലേജ് കൂടുതൽ കിട്ടുമെന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ വഴി കിടക്കാൻ സാധ്യതയുണ്ടോ, വഴി കിടന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. വഴി കിടന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നത് ഒരു ഓപ്ഷൻ, നമുക്കിപ്പം നിലവിൽ ടാറ്റയുടെ റോഡ് അസിസ്റ്റൻ്റ് ഉണ്ട്. അവരവിടുന്ന് വണ്ടി എടുത്ത് പിക്ക് ചെയ്ത് ചാർജിങ് സ്റ്റേഷൻ്റെ അടുത്തുള്ള ചാർജിങ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവർ ചാർജ് ചെയ്ത് തരും എന്നാണ്. അതാണ് ഇപ്പം നിലവിലുള്ള ഓപ്ഷൻ എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ റിപ്ലൈ ചെയ്യാം. നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഇത് XM പ്ലസ് ആണ്. അപ്പം ഇതിൻ്റെ ഒരു അടുത്ത വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു വേരിയൻറ്റും ഇതും തമ്മിലുള്ള ഡിഫറൻസും അതുപോലെ ഇതിലില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ആണ് നമ്മൾ അടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.